വഹാബികളെ ഇന്നത്തെ പള്ളിയും പോയി കേട്ടാ. അതെങ്ങനെയാ ഉസ്താദെ ഇന്നത്തെ പള്ളിയും പോവുക? എന്ത് കാരണത്താല് വഹാബികൾക്ക് ഇന്നത്തെ പള്ളി പോകുക എന്ത് കാരണത്താല? സമസ്ത മൊയ്ലിയന്മാർ ഇന്നത്തെ പള്ളി പോയി എന്ന് പറഞ്ഞാൽ ഓക്കെ, അതൊക്കെയാണ്, എല്ലാവരും സമ്മതിക്കും. വഹാബികളത് പോയി എന്ന് പറഞ്ഞാൽ ആരാ സമ്മതിക്കും? വലിയാറെ വെള്ളിയാഴ്ചന്റെ കുത്തുവ മറ്റൊരു ഭാഷയിലാക്കിയിട്ട് ആ വെള്ളിയാഴ്ചന്റെ കുത്തുവി നിസ്കാരവും എല്ലാം ബാത്തിലാക്കി. അല്ല ഉസ്താദെ, അങ്ങനെയല്ല. വഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റസൂല് മിമ്പർമ കയറുന്നതിൻ്റെ മുമ്പ് നാട്ടുകാരോട് സംസാരിച്ചൊരു ഭാഷയുണ്ടല്ലോ, മാതൃഭാഷ. ആ ഭാഷ തന്നെയാണ് മിമ്പർമ കയറിയിട്ടും റസൂൽ സംസാരിച്ചത്. എന്നാ മൊയ്ലിയന്മാരോ മിമ്പർമ കയറുന്നതിൻ്റെ മുമ്പേ നാട്ടുകാരോട് സംസാരിച്ച ഭാഷയല്ല മിമ്പർമ കയറിയിട്ട് സംസാരിക്കുന്ന മറ്റൊരു ഭാഷയാണ്. അപ്പം മൊയ്ലിയന്മാരെ ഖുത്ബയും നമസ്കാരവും ഒക്കെ പോയി. പിന്നെ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും നമസ്കാരം നിങ്ങൾ ഹിസാബിലുണ്ടാവുമോ? ഒരു നമസ്കാരവും മൊയ്ലിയന്മാർ ഹിസാബിൽ ഉണ്ടാവില്ല. മൊയ്ലിയന്മാരുടെ ഒരു നമസ്കാരം ഉണ്ടാവില്ല. കാരണം എന്താണ്? ഒന്ന്, മൊയ്ലിയന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെ അല്ല നമസ്കരിക്കുന്നത്. പണ്ഡിത പുരോഹിത വർഗം പറയുന്നത് പോലെയാണ് മൊയ്ലിയന്മാർ നമസ്കരിക്കുന്നത്. രണ്ട്, ഖുത്ബ നടത്തുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെയല്ല. മിമ്പർമ കയറിയിട്ട് മറ്റൊരു ഭാഷയിൽ, നാട്ടുകാർക്ക് തിരിയാത്ത ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ഖുത്ബ നടത്തുന്ന മൊയ്ലിയാർക്കും തിരിയില്ല, ഞാനെന്താ പറഞ്ഞത് കേൾക്കുന്ന ശ്രോതാക്കൾക്കും തിരിയില്ല. ഖുത്ബ എന്ന് പറഞ്ഞ പ്രബോധന, ആ സദസ്സുകാർക്ക് തിരിയണം ഞാൻ പറയുന്ന എന്താണ്, അതാണ് ഖുത്ബ. അല്ലാതെ മൊയ്ലിയന്മാരെ പോലെ ഒരു ബുക്ക് കൊണ്ടുവന്ന് എന്നും ഒരു ബുക്ക് വായിക്കുക, മൊയ്ലിയാർക്കും തിരിയില്ല, ശ്രോതാക്കൾക്കും തിരിയില്ല. അതിന് ഖുത്ബ എന്നല്ല പറയാ, പേരാന്തം പ്രസംഗം എന്നാ അതിന് പറയാ ഉസ്താദെ. ആദ്യം ചോദിക്കുന്ന ചോദ്യം നമസ്കാരത്തെ പറ്റിയായിരിക്കുമല്ലോ. അതെ, മാ സലക്കക്കും ഫീ സക്കർ, നമസ്കാരത്തെ പറ്റിയാണ് ആദ്യമായിട്ട് ചോദിക്കുക. നിങ്ങളെങ്ങനെ ഈ നരകത്തിലെത്തി? മാ സലക്കക്കും ഫീ സക്കർ. അപ്പൊ എന്താ മറുപടി? ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടിരുന്നില്ല. അതാരാ പറയാന്ന്? ആരാ പറയാ ഉസ്താദെ? മൊയ്ലിയന്മാരാ പറയാ, സമസ്തക്കാരാ പറയാ. കാരണം എന്താണ്? ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച് കാണിച്ചു തന്നതുപോലെ നമസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു മൊയ്ലിയാറ ദുനിയാവി കാണിച്ചു തരുക? ഏതെങ്കിലും ഒരു മൊയ്ലിയാർ? പണ്ഡിത പുരോഹിത വർഗം പറഞ്ഞതുപോലെ നമസ്കരിക്കുന്നവർക്കാണല്ലോ മൊയ്ലിയന്മാർ എന്ന് പറയുന്നത്. അല്ലാഹു റസൂലും പറഞ്ഞതുപോലെ നമസ്കരിക്കുന്നവർക്ക് നിങ്ങൾ വഹാബികൾ എന്ന് പറയുന്നു. ഞങ്ങൾ മുജാഹിദുകൾ, സലഫികൾ എന്നൊക്കെ ഞങ്ങളും പറയുന്നു. നിങ്ങളെ നമസ്കാരത്തിന് എന്ത് വിലയുള്ളൂ? ഒരു വിലയില്ലാത്ത നമസ്കാരം നിങ്ങളത്. ഞങ്ങളത് അങ്ങനല്ല. ഞങ്ങളത് നമസ്കാരം മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നതാ. പിന്നെ മുജാഹിദുകളുടെ, സലഫികളുടെ നമസ്കാരം മാത്രമേ ലോകത്ത് മനുഷ്യരുടെ കൂട്ടത്തിൽ പരലോകത്തുണ്ടാവും. എന്താണ് ശരിക്ക് കേട്ട ഉസ്താദേ? പരലോകത്ത് ഒറിജിനലായിട്ടുള്ള നമസ്കാരം കൊണ്ടാ മുജാഹിദുകൾ, വഹാബികൾ പരലോകത്തെത്തുക. മൊയ്ലിയന്മാരെ നിങ്ങളാടെ ചെന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ കുറെ നമസ്കരിച്ചിക്കല്ലോ എന്ന്. ഒരൊറ്റ നമസ്കാരം നിങ്ങൾ സ്വീകരിക്കില്ല, ഒരൊറ്റ ഒന്നും സ്വീകരിക്കില്ല. കാരണം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുപോകും, അതുപോലെ നമസ്കരിക്കാനാണ്. അതുപോലെ നമസ്കരിക്കുന്ന ഒരുത്തം മൊയ്ലിയറാവില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ പിൻപറ്റുന്ന ഞാൻ മൊയ്ലിയറാവില്ലല്ലോ ഉസ്താദേ. പിന്നെ എന്തായിരിക്കും അവസ്ഥ? നരകത്തിലല്ലേ വഹാബികളെ നിങ്ങൾ? ഞങ്ങളെങ്ങനെയാ നരകത്തിൽ ആവുക? അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന ഞങ്ങൾ സ്വർഗത്തിന്റെ ഉന്നത പദവിയിലുണ്ടാവും. നരകത്തിന്റെ അടിത്തട്ടിൽ, അബൂജാലിനെക്കാൾ അടിത്തട്ടിലാ മൊയ്ലിയന്മാർ ഉണ്ടാവുക. കാരണം അബൂജാല് കൊടുങ്കാറ്റടിക്കുമ്പോൾ ഫൈദാ റക്കിബു ഫിൽ ഫൽകി ദാവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവേ ഈ കൊടുങ്കാറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ നിനക്കല്ലാതെ കഴിയില്ല എന്ന് അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ചല്ല മക്കാ മുശ്രിക്കുകൾ. എന്നിട്ട് പോലും നരകത്തിലുണ്ട്. അപ്പോൾ കൊടുങ്കാറ്റടിക്കുമ്പോൾ ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മൊയ്ലിയന്മാരെ മക്കാ മുശ്രിക്കുകളെക്കാൾ അടിയിൽ, നരകത്തിന്റെ അടിത്തട്ടിൽ, ഏറ്റവും അടിത്തട്ടിൽ നിങ്ങളെ ഉണ്ടാവുക. ഞങ്ങളോ
നല്ല കോളായി. യഥാർത്ഥ നരകത്തിലല്ലേ വഹാബികൾ നിങ്ങൾ യഥാർത്ഥ നരകത്തിൽ അബൂജാലിനേക്കാൾ അടിത്തട്ടിൽ മൊയ്ലിയമാർ നിങ്ങളാ ഉണ്ടാവുക. ഒരു സംശയമില്ലാത്ത കാര്യ. ഖുർആൻ പറഞ്ഞതാ. ഖുർആൻ എന്താ പറഞ്ഞേ? മൊയ്ലിയമാർ നിങ്ങൾ പറ്റിയ പറഞ്ഞേ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. മൊയ്ലിയമാർ നിങ്ങൾക്ക് സ്വർഗം ഹറാമാണ്. നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിലെത്തൂല. കബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മൊയ്ലിയമാരെ നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിലെത്തൂല. നിങ്ങൾ നരകത്തിന്റെ അടിത്തട്ടില്ല എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ. പിന്നെ നമസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങളെ നമസ്കാരം എവിടെയും പോവില്ല. ഞങ്ങളെ നമസ്കാരം ഒറിജിനലാണ്, അതെവിടെയും പോവില്ല. മറിച്ച് മൊയ്ലിയമാരുടെ നമസ്കാരം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവിടെ ഒരു പരലോകത്ത് ഒരു വിലയില്ലാത്ത സാധന മൊയ്ലിയമാരുടെ നമസ്കാരം. കാരണം എന്താ? മുജാഹിദികളുടെ നമസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പോലെ തന്നെയുള്ള നമസ്കാരമാണ്, ഖുത്തുബയാണ്. മൊയ്ലിയമാർ റസൂൽ കാണിച്ചു തന്ന ഖുത്തുബല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന നമസ്കാരമല്ല. അതുകൊണ്ട് മൊയ്ലിയമാരെ, സമസ്തക്കാരെ, നിങ്ങളുടെ നമസ്കാരത്തിന് പരലോകത്ത് ഒരു വിലയുണ്ടാവില്ല.